നമസ്കാരം. ഷോർട്ട് കട്ട്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡ് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഷോർട്ട് കട്ട്സിലൂടെ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ പേരാണ് കാഴ്ചയ്ക്കപ്പുറം. എന്താണ് ഈ ഷോർട്ട് ഫിലിമിന് നമ്മളോട് പറയാനുള്ളത്? നമുക്ക് ആദ്യം ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് ഇവിടെയുണ്ട്, അവരെ പരിചയപ്പെടാം. അതിനുശേഷം പ്രീമിയറിയിലേക്ക് പോകാം. വെൽക്കം ടു ദ ഷോ. പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് മാധവകൃഷ്ണ. ഞാൻ തേവര കോളേജിലെ SH സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിലെ സ്റ്റുഡൻ്റ് ആണ്. പാസ് ഔട്ടായി. എൻ്റെ തേർഡ് സെമ്മിലെ പ്രൊജക്ട് വർക്കാണ് കാഴ്ചയ്ക്കപ്പുറം. ഒരു ഡയലോഗ് സീൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ എൻ്റെ തലയും വലുവൊക്കെ വെച്ചിട്ട് പിന്നെ സിനിമയാക്കി മാറ്റി. എന്താണ് ഈ കാഴ്ചയ്ക്കപ്പുറം എന്ന ഷോർട്ട് ഫിലിം? ഷോർട്ട് ഫിലിം ഒരു ഉപ്പയുടെയും മകളുടെയും ബന്ധത്തിൻ്റെ കഥ പറയുന്നതാണ്. ഒരാൾ മകൾക്ക് കാഴ്ചയില്ല, അപ്പോൾ അതിൻ്റെ ബേസിൽ അവരുടെ ഡയലോഗിലൂടെ കഥ വികസിക്കുന്നു. പിന്നീട് അതിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ മേക്കിംഗ് കുറച്ചും കൂടി നമ്മളൊരു എന്താ പറയുക, കുറച്ച് ആർട്ടിസ്റ്റിക്കലി പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല 2 ആക്ടേഴ്സിനെ കിട്ടിയതുകൊണ്ട് ആ ക്യാരക്ടേഴ്സിന് നമുക്ക് ഫുൾ ജീവൻ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതിപ്പോ പ്രോജക്ടിന്റെ ഭാഗമാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് കിട്ടണമല്ലോ, അത് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു? ഇതിലേക്ക് എങ്ങനെയാ വന്നത്? ഇല്ല, നമുക്കൊരു ത്രെഡ് ഉണ്ടെന്ന് വെച്ചാൽ ഡയലോഗ്സും ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ 2 ക്യാരക്ടേഴ്സ്, അപ്പോൾ കൂടുതൽ ക്യാരക്ടേഴ്സ് ആയി നമുക്ക് പറ്റില്ല. അതുകൊണ്ട് 2 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ബാലൻസ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു തീം വേണം. അപ്പം അങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയിൽ നടന്ന ഒരു ഇഷ്യൂവിന്റെ ബേസിൽ ഒരാൾ നമ്മുടെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായി. അദ്ദേഹം അവസാനം തൻ്റെ മകളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വിഷ്. അപ്പം അത് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ജീവൻ വെക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് അതിൻ്റെ ഒരു സ്പാർക്ക് ലഭിക്കുന്നത്. അച്ഛനും മകളും തമ്മിലുള്ളൊരു ബന്ധവും പിന്നെ അയാളുടെ ലാസ്റ്റ് വിഷും എല്ലാം കൂടി കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് ഞാനത് കൺവേർട്ട് ചെയ്തേ ഉള്ളൂ. സ്ക്രിപ്റ്റ് ഒക്കെ ആരാ ചെയ്തേക്കുന്നത്? ഞാൻ തന്നെയാണ്. സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും സംവിധാനവും ഞാൻ തന്നെയാണ്. ഇപ്പം ഞാൻ പറയല്ലോ, പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്താണ്. അപ്പോൾ ടീച്ചേഴ്സായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ രീതികൾ, എങ്ങനെ ഒരു സിനിമ ട്രാവൽ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം അതിന്റെ രീതികൾ. അപ്പൊ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ്. എങ്ങനെ ആ ക്യാരക്ടറിനെ നമുക്ക് ജീവനുള്ളതാക്കി മാറ്റാം, ഈ ക്യാരക്ടർ എന്ത് പറയും, അപ്പൊ അതിലൂടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തപ്പോഴാണ് കാഴ്ചയ്ക്കപ്പുറം സംഭവിച്ചത്. പറഞ്ഞ പോലെ ടീച്ചേഴ്സിന്റെ ആയാലും നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ ഒക്കെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിലോട്ട് വരും. പക്ഷെ എന്നാൽ പോലും നമ്മുടേതായ ഒരു ഔട്ട്പുട്ട് അതിനകത്ത് വരുമ്പോഴാണ് ഇത് നമ്മുടെ ആണെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് കാര്യമാണ് നമ്മുടേതായിട്ട് അതിനകത്ത്? അതിൽ ഏറ്റവും വലിയ സംഗതി, ഇത് എന്റെ സിനിമയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറയട്ടെ, വിനോദ് സുകുമാർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫിലിം മേക്കർ, എഡിറ്റർ, അദ്ദേഹമായിരുന്നു എന്റെ മെന്റർ. ഒരു പക്ഷേ ഞാനൊരു മാസ് എന്റർടൈനർ എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് കൂടുതൽ ഫേവർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിനിമ ഡെവലപ്പ് ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിയിച്ചെന്ന് സത്യം പറഞ്ഞാൽ വിനോദ് സാറും ആശാ മാമും ഒക്കെയാണ്. അവരുടെ മെന്ററിംഗ് ആണ് സംഭവിച്ചത്. അപ്പോഴാണ് ഇത്രയും നാളും ശബ്ദം അല്ലെങ്കിൽ മ്യൂസിക് ആയിരുന്നു ഏറ്റവും വലുതെന്ന് കരുതിയിട്ട് ശബ്ദത്തിന്റെ പ്രാധാന്യം എത്രത്തോളം സിനിമയിൽ ഉപയോഗിക്കാം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് സത്യം പറഞ്ഞ ഈ സിനിമ ചെയ്തത് പിന്നെയാണ്. അങ്ങനെ ശബ്ദം വെച്ചിട്ടാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അവസാനം നമ്മളൊരു കേർട്സ്, ഒരു സൂഫി സോങ് മാത്രമാണ് ടൈറ്റിൽ ഭാഗത്ത് എടുത്തിരിക്കുന്നത്. ബാക്കി സൗണ്ടാണ്. ആ ഒരു ജയിൽ ആംബിയൻസിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ഒരു ചെറിയ സ്പേസിലാണ് കഥ നടക്കുന്നത്. ഒരു മീറ്റ് ചെയ്യുന്ന പോയില്ല. അപ്പൊ അതിന് ചുറ്റും എന്തൊക്കെ സംഭവിക്കും, ഒരു ജയിലിന്റെ ആംബിയൻസ് എന്തൊക്കെയാണ്, അങ്ങനെ ശബ്ദത്തിന്റെ സാധ്യതകളെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ മ്യൂസിക്കിനേക്കാളും ജീവൻ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മ്യൂസിക്കിന് വേറെ സാധനം, പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ശബ്ദത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് അതിനൊരു ജീവൻ വെച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അതാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്, ഇങ്ങനെ എന്നിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു ഓഫ് ബീറ്റ് പടം എന്നിൽ നിന്ന് സംഭവിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത. സത്യം. ശരി, അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വളരെ സീനിയർ ആണ്. പേര് കൃഷ്ണൻ പോറ്റിന്ന്. ഞാനിവിടെ ആലുവക്കടുത്ത് മൂഴിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. ഇപ്പോ കുറച്ച് ഒരു 8-10 വർഷമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ആളാണ്. ഇതിലിങ്ങനെ ഒരു വിളി വന്നപ്പോ എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രം ചെയ്യാം എന്നൊരു തീരുമാനത്തിലോട്ട് എങ്ങനെയാ എത്തിയത്? അതിന്റെ പ്രത്യേക ഒരു സാധാരണ ഇതിലൊരു അഭിനയിക്കാനുള്ള ആളെ വിളിക്കുമ്പോൾ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്, അത് എൻ്റെ സ്വഭാവം എന്നതാണ്, ഈ സ്ക്രിപ്റ്റിൽ അതിൻ്റെ സ്പേസ് എന്നതാണ് എന്ന് പറയും. അപ്പോൾ ആ സിറ്റുവേഷൻ മാത്രമേ പറയുള്ളൂ. ഇദ്ദേഹം ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് എപ്പോഴാണ് ഒഴിവുണ്ടാവും, എനിക്കൊന്ന് കാണണം. അപ്പം എന്താണാവോ, ഈ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റ് ഒന്ന് കേൾക്കണം. സബ്ജക്റ്റ് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സിനിമയെ സമീപിക്കുന്ന രീതി, അത് അങ്ങനെയുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് കൈ കിട്ടി. അപ്പം ശരി വരൂ എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ടിരുന്നു. സ്ക്രിപ്റ്റ് ഒരക്ഷരം മിണ്ടാതെ ഞാൻ കഥ കേട്ടുകൊണ്ടിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ചെയ്യണം
ഇത് വേറെ ആർക്കും ചെയ്യാൻ വിടരുത് എന്നൊരു തോന്നലുണ്ട്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചെയ്തൊരു സിനിമയത്. പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ ഡയറക്ടേഴ്സായാലും ബാക്കിയുള്ള ആളുകളും ഒരു ശക്തമായ എന്താ പറയുക ഒരു കൂട്ടായ്മ എൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും ഈ സ്ക്രിപ്റ്റ് പാഴാവില്ല എന്ന് തോന്നൽ തോന്നും. പിന്നെ നമ്മളെ ചില വേഷങ്ങൾ വരുമ്പോൾ നമ്മളെ മോഹിപ്പിക്കും. ജോലി എന്നുള്ള അവസ്ഥ വിട്ടിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്പാർക്ക് എത്രത്തോളം നമുക്ക് എത്തിക്കാമോ അത്. പിന്നെ ഡബ് ചെയ്യുന്നതും അദ്ദേഹം നല്ല രീതിയിൽ ഡബ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. മൊത്തത്തിൽ വന്നപ്പോൾ ആകെ അതിനൊരു ആനച്ചന്തം ഉണ്ടായി. ഒരു കഥാപാത്രത്തിന് വേണ്ടി വിളിക്കുമ്പോൾ നമ്മുടെ ഒരു ജോലി എന്നതിലുപരി ഈ ഒരു ക്യാരക്ടർ നമ്മളെ ആകർഷിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് അഞ്ജു. ഞാൻ തേവര സെക്രട്ടറി കോളേജിലാണ് പഠിക്കുന്നത്. 3rd ഇയർ ആണ്. PSC സുവോളജിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ 2nd ഇയറിലാണ് ഞാൻ വിഷ്ണു ചേട്ടൻ്റെ ഈ ഫിലിം ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ട് ഫിലിം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അഭിനയത്തില്? എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നത്, ക്യാമറയ്ക്ക് മുമ്പിലായിട്ട്. അപ്പോൾ അതിൻ്റെതായ കുറേ പാളിച്ചകളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിമറിക്കാനായിട്ട് ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് അനീഷ് ചേട്ടനാണെങ്കിലും വിഷ്ണു ചേട്ടനാണെങ്കിലും എല്ലാവരും കുറേ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോൾഡ് ചെയ്തെടുക്കാനായിട്ട്, ഒരു ക്യാരക്ടറിലേക്ക് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് എല്ലാവരെ കൊണ്ടും സാധിച്ചിട്ടുണ്ട്. ഒരു ടീം സ്പിരിറ്റാണ് ഇതെല്ലാം, ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. പേടിയുണ്ടായിരുന്നു അഭിനയിച്ചപ്പോൾ? ആദ്യം ഫസ്റ്റ് ഷോട്ടൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നീട് കുഴപ്പമില്ലായിരുന്നു, ഓരോ ഇത് പറഞ്ഞുതരും. ഷോർട്ട് കട്ട്സിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. നമ്മളുടെ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ എടുക്കും. അതൊക്കെ നമുക്ക് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വീണു പോകുന്ന സമയത്ത് ശരിക്കും ക്യാമറമാൻ ഒരു സോൾമേറ്റ് ആയിട്ട് കൂടെ നിൽക്കുന്നു. Malabar Gold and Diamonds Shortcut brought to you by Royal Weddings for every Indian bride. Malabar Gold and Diamonds. Shaking, it's my choice. Powered by Kalyan Silks അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്. Celebrated by Next generation smartphones. M Phone. The world in you. Next generation smartphones. M Phone. മലയാളത്തിന്റെ സ്വന്തം എം ഫോൺ അവതരിപ്പിക്കുന്നു അതിശയിപ്പിക്കുന്ന എക്സ്ചേഞ്ച് ഓഫർ. നിങ്ങളുടെ മൊബൈൽ ഫോൺ എം ഫോണുമായി എക്സ്ചേഞ്ച് ചെയ്യൂ. നേടൂ 5000 മുതൽ 20,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട്. എം ഫോൺ, ദ നെക്സ്റ്റ് ജനറേഷൻ സ്മാർട്ട് ഫോൺ. മമ്മി പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങുക. ഇനി ലഞ്ചല്ലേ എപ്പ റെഡിയാകാനാ? അതിനല്ലേ ചാക്സൺ കുക്കർ. പിന്നെ കൂർക്കം വലിച്ചുറങ്ങുമ്പോ തനിയെ കുക്ക് ചെയ്യാൻ ചാക്സൺ എന്താ റോബോട്ടാ? ദാ ലഞ്ച് റെഡി. ഇതെങ്ങനെ മമ്മി ഇത്ര പെട്ടെന്ന്? രാത്രിയിൽ അരി തിളപ്പിച്ച് ഇങ്ങനെ ചാക്സണിൽ വെക്കുക. ഉറങ്ങിയുണരുമ്പോൾ ചോറ് റെഡി. ഇങ്ങനെ ചാക്സൺ കുക്കർ. സമയലാഭം, ഇന്ധന ലാഭം. കരയൻ മീശയുമായിട്ട് ഒളിഞ്ഞു നോട്ടവുമായിട്ട് പഴമയുടെ സുഖമുള്ള പെരുന്നാൾ അനുഭവം ചുങ്കത്ത് ജ്വല്ലറി. മൂന്നാർ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ, ഉന്നതതല യോഗത്തിന്റെ തീരുമാനം എന്താ? അതായത് അവിടുത്തെ ജനപ്രതിനിധികളോട് കൂടിയാലോചിച്ച ശേഷമേ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാവൂ. ആരൊക്കെയാ ജനപ്രതിനിധികൾ? MM മണി, രാജേന്ദ്രൻ, ഇവരൊക്കെയാണ് അവിടെ ഏറ്റവും വലിയ കയ്യേറ്റക്കാർ. കേരളത്തിലൊരു കയ്യേറ്റം ഒഴിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലാൻഡ് കൺസർവൻസി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യൂ. ലാൻഡ് കൺസർവൻസി ആക്ടിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ജില്ലയിലെ ഉദ്യോഗസ്ഥൻ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ആ നിയമത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാകാം ഇത്തരം കാര്യങ്ങളിൽ ജനപ്രതിനിധികളുടെ അഭിപ്രായം ആരായണം എന്ന് പറഞ്ഞു. അങ്ങനെ ആരാഞ്ഞാൽ ആ തീരുമാനം കോടതി ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ മൂന്നാർ ദൗത്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല റവന്യൂ വകുപ്പ്, അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാണുക മറുപടി ശനിയാഴ്ച രാത്രി 10 മണിക്ക്. വെൽക്കം ബാക്ക് ടു ഷോർട്ട് കട്ട്സ്, ബാക്ക് ടു ദി ചാറ്റ്. പിന്നെ നമുക്ക് ബാക്കി കുറച്ച് പേരുണ്ട്, അവരെ നമുക്ക് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ആൻമേരി. ഞാൻ സേക്രഡ് ആർട്സ് കോളേജിൽ 3rd ഇയർ എക്കണോമിക്സ് ഇപ്പോൾ പഠിക്കുന്നു. എനിക്ക് ഷോർട്ട് ഫിലിമിലൊരു ചെറിയൊരു ഷോർട്ടാണുള്ളത്, പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആയെന്ന് ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. വിഷ്ണു ചേട്ടൻ ഞങ്ങളുടെ സീനിയറാണ് കോളേജിൽ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ടുണ്ട്,
വരണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ 2 minutes കൊണ്ട് അഭിനയിച്ച് പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പുള്ളിക്കാരൻ ശരിക്കും ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അത് പെർഫെക്റ്റ് ആവുന്നത് വരെ ഞങ്ങൾ ചെയ്തു. അതെ, ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ? ഇഷ്ടമാണ്, ഈ ഫീൽഡൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, ഇങ്ങനെ പെട്ടെന്ന് സഡൻലി വന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ശരിക്കും നല്ലായിരുന്നു. എനിക്ക് ചെറിയ റോളാണെങ്കിലും അത് എഫക്റ്റീവായിട്ട് അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ശരിക്കും, അതാണ് കാര്യം. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ കരുൺ. ഇപ്പോൾ 3rd year BCom പാസ്സായി. ഈ വർഷമാണ് പാസ് ഔട്ടായത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് വിഷ്ണു ചേട്ടനെ അറിയാം. അപ്പോൾ വിഷ്ണു ചേട്ടൻ ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊക്കെ അഭിനയിക്കാൻ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെന്നും ചേട്ടൻ അറിയാമായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ ഒരു റോളുണ്ട്, പോലീസിൻ്റെ ആണ് ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞ ജോബ് ഭയങ്കര ഇഷ്ടമാണ്. ഭാവിയിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താ ചെയ്യാലോ എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഡയലോഗൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കൂടി വന്നൊരു ഷോട്ട് ഉണ്ടാവും, ജസ്റ്റ് ഒരു ക്ലോസ് ഷോട്ട് ഉണ്ടാവും, പിന്നെ ഫ്രെയിമിൽ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ചേട്ടന് എന്നെ ആവശ്യമാണെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെറിയ റോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇതുപോലെ തന്നെ പോയി പെട്ടെന്ന് വരാമെന്നൊക്കെ വിചാരിച്ചുള്ളൂ. പക്ഷേ രാവിലെ കയറിയപ്പോൾ തിരിച്ചിറങ്ങിയത് 10 മണിക്കാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഒരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ കണ്ടത് കരുണില്ല. ഒരു 5 minute ഷോർട്ട് ഫിലിമില് ഒരു മൊമെന്റേ ഉള്ളൂ, ജസ്റ്റ് ഇങ്ങനെ നോക്കാന്നൊരു മൊമെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആള് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ചേട്ടാ ഒരു കുഴപ്പമില്ല. ശരിക്കും പാഷൻ, നല്ലൊരു സാധനമൊക്കെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റോഡ് കൊടുക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ. ഇപ്പൊ ഇൻഡിവിജ്വൽ ഷോട്ടൊക്കെ എടുത്താലും കരുൺ ചേട്ടൻ അവിടെ തന്നെ നിൽക്കും. എല്ലാം പറവുകാരനാണ്. അത് ശരിക്കും എന്താ പറയാ, വളരെ ബുദ്ധിപരമായ നീക്കം. ഇതൊക്കെ കണ്ടുപഠിച്ചോണ്ടിരിക്കുകയാണ് പുള്ളി. അവസരം കിട്ടിയതെല്ലാം കണ്ടുപഠിച്ച്. നിങ്ങളത് ഓഫ്കോഴ്സ് ഡെഡിക്കേഷൻ ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവര് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ? ഇത് കഴിഞ്ഞപ്പോ വിഷ്ണു ചേട്ടൻ ഇതുപോലെ എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് ഒന്ന് പറയുകയും ചെയ്തു. അപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നു. ഇത്ര നേരം നിന്നതില് പുള്ളിക്കാരനെ അങ്ങനെ ഒന്ന് കണ്ടല്ലോ, ഹാപ്പിയാണ് മൊത്തം. ശരി, ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. എന്റെ പേര് ജിൻസി. ഞാൻ SHL 3rd year എക്കണോമിക്സ് സ്റ്റുഡന്റ് ആണ്. എന്റെ അടുത്ത് ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, വിഷ്ണു ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, കമ്മ്യൂണിക്കേഷനിലെ ചേട്ടനാണ്, അടിപൊളിയായിട്ട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാം, അപ്പോൾ ഒരു ഡബ് ചെയ്യാനായിട്ട് ഒരാളെ വേണം, ചെന്നൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ ആദ്യം കേൾപ്പിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ തന്നെ ചെയ്യണോ, ചെയ്താൽ ശരിയാവൂ എന്നൊക്കെ ചോദിച്ചു. നീ ആദ്യം ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ഡബിങ് അല്ലേ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടിംഗ് ഒന്നും വലിയ പ്രശ്നമില്ലാണ്ട് പോയി. പക്ഷേ ലാസ്റ്റ് 5 ചെയ്തിരിക്കുന്ന റോളാണ് ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഫൈനൽ ക്ലൈമാക്സ് സെക്ഷൻ, അതിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സെക്ഷനാണ്. ഇപ്പോൾ ഓരോ ബ്രീത്ത് പോലും നമ്മൾ ഡബ് ചെയ്തിടണം. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തു. അപ്പോൾ ശരിയായില്ല ജിൻസി, ഒന്നുകൂടി ചെയ്യാം. ചേട്ടാ ഞാൻ തന്നെ ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ഞാൻ തന്നെ ചെയ്യണോ, വേറെ ഇപ്പം നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ അടുത്ത ആൾ നോക്കാം. വിഷ്ണു ചേട്ടൻ പറഞ്ഞില്ല, നീ തന്നെ ചെയ്യും, പറ്റും. വീണ്ടും ചെയ്യിപ്പിച്ചു. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എത്ര ടൈം അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ വല്ലാതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ലാസ്റ്റ് ഷോട്ട് ക്ലിയർ ആയിട്ട് ചെയ്തത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഈ ഡബിങ്ങിനകത്ത് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹം തോന്നി, അതോ വെറുത്തു പോയോ? തീർച്ചയായിട്ടും അത് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇതിന് മുമ്പ് ഡബ് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആയിരുന്നു, ആദ്യമായിട്ടാണ്. അപ്പൊ ഈ ഡബിങ് ചെയ്യാം എന്നുള്ളൊരു മോഹം എങ്ങനെ വന്നു? ഒരു മോഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി മോണാക്ട് ഒക്കെ ചെയ്യും. അഭിനയിക്കാൻ വേണ്ടിയാണ് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. മോണാക്ട് ചെയ്യും. അപ്പൊ ഒരു ഫ്രണ്ട് എന്ന് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ മോണാക്ട് ചെയ്യുന്ന കുട്ടിയാണ്, ചേട്ടൻ ഒന്ന് ചെന്ന് ചെയ്യിപ്പിച്ചു നോക്കൂന്ന് പറഞ്ഞ് ചെന്നതാണ്. ഡബിങ് വിളിച്ചു ചെയ്തു. അങ്ങനെ ഡബിങ്ങിലേക്ക് മാറി അല്ലേ? ശരി, ഓക്കെ. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. നമസ്കാരം, എന്റെ പേര് അനീഷ്. ഞാനാണ് ഇതിന്റെ ക്യാമറ ചെയ്തത്. ഓക്കെ, അപ്പൊ ക്യാമറമാൻ ആണോ, എന്താണ് ബേസിക്കലി ചെയ്യുന്നത്? ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണ്. ഞങ്ങളുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതാണിത്. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന്റെ ഒരു ഗ്രേ ഷെയ്ഡും കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ക്യാമറയുടെ കാര്യത്തിൽ, ലൈറ്റപ്പിന്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? ക്യാമറ, ലൈറ്റപ്പ്, അത്തരം കാര്യങ്ങൾ ഞാനും വിഷ്ണുവും തമ്മിൽ ശരിക്കും പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തെടുത്ത ഒരു സംഗതിയാണ്. വർക്കൗട്ടായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഓരോ ഷോട്ട് ഡിസൈൻ ചെയ്യുമ്പോഴും അതിന്റെ ഫീൽ അനുസരിച്ച് ഞങ്ങൾ ഓരോ ക്യാമറ മൂവ്മെന്റുകളെല്ലാം വളരെ പ്ലാൻ ചെയ്താണ് ഞങ്ങള്. ഒരു മുൻധാരണ ഉണ്ടായിരുന്നു ഓരോ ഷോട്ടിന് മുമ്പ് ഇത് എങ്ങനെയാണ്, എവിടെ പ്ലേസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ധാരണ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും പക്കാ പ്ലാൻഡ് ആയിരുന്നു. ഞങ്ങള് ഷോട്ട് ഡിവിഷനും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ പക്കായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ ശ്രമിച്ച ഒരു സംഗതിയാണ്. അതൊരു സംഗതി എന്ന് വെച്ചാൽ ചെറിയ അനീഷിന്റെ ഒരു ബ്രില്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന വെച്ചാൽ, സാധാരണ ക്രെയിൻ ഷോട്ട് ഉണ്ട്, ഇങ്ങനെ മൂവ് ചെയ്യണ സാറിന്റെ കണക്ട് ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, നമ്മൾ സാധാരണ ക്യാമറ ആണ്, മറ്റേ സിനിമയിലാകുമ്പോൾ ഫോക്കസ് ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്
ഇതിന് വോൾട്ടില്ല. അപ്പൊ ഇതും കൺട്രോൾ ചെയ്യണം, ഫോക്കസും നോക്കണം, മൂവ്മെന്റും കറക്റ്റ് ആക്കണം. അതായത് ട്രിപ്പിൾ പരിപാടിയാണ്. ഈ അറ്റ് ദ സെയിം ഇതൊരു 5-6 ഷോട്ടിൽ അവൻ തീർത്തു. കണ്ട് ഭയങ്കര പാടുള്ള ഷോട്ട്. ഞാൻ വിട്ടു വേണ്ടി കട്ട് ചെയ്തിട്ട് മൂവ്മെന്റ് വേണ്ട വെറുതെ എടുക്കാം. പക്ഷെ അവനെ സമ്മതിച്ചൊന്നുമില്ല, എനിക്കിത് മൂവ് ചെയ്തേ പറ്റൂ. നമ്മളുടെ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ എടുക്കും. അതൊക്കെ നമുക്ക് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വീണ് പോകുന്ന സമയത്ത് ശരിക്കും ക്യാമറമാൻ ഒരു സോൾമേറ്റ് ആയിട്ട് കൂടെ നിൽക്കുന്നു എന്ന് പറയാം. എടുത്തിട്ട് വിടുള്ളൂ എന്ന് തീരുമാനിച്ചു. അനീഷ് അത് എടുത്തു, തീർത്തു. അത് കഴിഞ്ഞപ്പോ ഹാപ്പി ആയി. പിന്നെ ഫ്രീ ആയിട്ട് എന്തായാലും നമ്മൾ ഒരുപാട് കൂട്ടായ്മയുടെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് കാഴ്ചയ്ക്കപ്പുറം എന്ന ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രീമിയറിംഗിലേക്ക് പോകാം. ഷോർട്ട് കട്ട്സിൽ ഇനി ഒരു ചെറിയ ഇടവേള. വീട്ടിലുണ്ട്. ഉമ്മയുടെ കാലുവേദന വീണ്ടും കൂടി. ഇപ്പൊ വീട്ടിലാരാ ഉള്ളത്? ഇല്ല, രഹനത്താത്തിയോട് വൈദ്യുതി തന്ന പുതിയ മരുന്നിടാൻ വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ പോന്നത്. Malabar Gold and Diamonds. Shortcut brought to you by Royal Weddings for every Indian bride. Malabar Gold and Diamonds. Shaking, it's my choice. Powered by Kalyan Silks അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്. Celebrated by Next generation smartphones. M Phone. The world in you. Next generation smartphones. M Phone. മലയാളത്തിന്റെ സ്വന്തം എം ഫോൺ അവതരിപ്പിക്കുന്നു അതിശയിപ്പിക്കുന്ന എക്സ്ചേഞ്ച് ഓഫർ. നിങ്ങളുടെ മൊബൈൽ ഫോൺ എം ഫോണുമായി എക്സ്ചേഞ്ച് ചെയ്യൂ. നേടൂ 5000 മുതൽ 20,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട്. എം ഫോൺ, ദ നെക്സ്റ്റ് ജനറേഷൻ സ്മാർട്ട് ഫോൺ. TUV Rainland NIFE Academy, Fire and Safety, Lift Technology, Fiber Optics, Retail Management. TUV Rainland NIFE Academy. ഇതല്ലേ ശരിയായ തീരുമാനം? ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തീ കൊളുത്താം. ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തീ കൊളുത്താം. കണ്ണുനീരിനും ടാറ്റ, എന്റെ കണ്ണുനീരിനും ടാറ്റ. കണ്ണുനീരിനും ടാറ്റ, എന്റെ കണ്ണുനീരിനും ടാറ്റ. എന്റെ കണ്ണുനീരിന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണുനീരിനും ടാറ്റ.
വെൽക്കം ബാക്ക് ടു ഷോർട്ട് കട്ട്സ്, ബാക്ക് ടു ദ പ്രീമിയറിംഗ്. വീട്ടിലുണ്ട്. ഉമ്മയുടെ കാലുവേദന വീണ്ടും കൂടി. ഇപ്പൊ വീട്ടിലാരാ ഉള്ളത്? ഇല്ല, രഹനത്താത്തിയോട് വൈദ്യുതി തന്ന പുതിയ മരുന്നിടാൻ വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ പോന്നത്. അപ്പൊ സുഫിനെന്തേ? അനക്ക് കൂട്ടിന് വന്നിട്ടില്ലേ? താഴുണ്ട്. ഇവിടെ ഒരു സമയം ഒരാളല്ലേ കയറ്റിവിടും. ഇവിടെ ഒരു സമയം ഒരാളെ മുകളിലേക്ക് കയറ്റിവിടും. സൂഫിന് ഉമ്മാനോടും എന്നോടും പറയണ കേട്ടാ ചെക്കൻ വലുതായെന്നോണ്ട് വിചാരം. അവനെ പിടിച്ചു നിർത്താൻ നോക്കണ്ട, അവൻ വളരട്ടെ. സമയം കഴിഞ്ഞ് അവസാനായിട്ട് എന്റെ മോക്ക് ആരോടൊന്നും പറയാനില്ലേ? ആ ഉപ്പ, അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഓടി വന്നേ. ഇന്ന് രാവിലെ അറിഞ്ഞേ നമ്മുടെ പഞ്ചായത്തില് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ സൗജന്യ നേത്ര ശസ്ത്രക്രിയകളുടെ ലിസ്റ്റില് ഒന്നാമത് അവര് പറഞ്ഞത് നല്ലൊരു ഡോണറിനെ കിട്ടിയ ഉടനെ അറിയിച്ച് ഓപ്പറേഷൻ നടത്താന്നാ. അത് കാണാൻ ഉപ്പുണ്ടാവില്ല, പക്ഷേ ഉപ്പാന്റെ കാഴ്ച എന്റെ സൈറയോടൊപ്പം ഉണ്ടാവും. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേര് തമ്മിലുള്ളൊരു ബോണ്ട്. ഇപ്പോൾ ശരിക്കും സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും ഷോർട്ട് ഫിലിം ആയാലും എന്ത് തന്നെയായാലും ഒരുപാട് ക്യാരക്ടേഴ്സ് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്കാറ്റർ ചെയ്ത് പോകും. പക്ഷെ രണ്ടുപേരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു റിസ്ക് ആണത്. അത് ക്ലിക്കായാൽ മാത്രമേ ക്ലിക്കാവുള്ളൂ. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ കുട്ടിയുടെ ഒരു പ്രകടനമാണ്. അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്? കാരണം അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു ആളാണ്. അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ക്ലബ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ക്ലബിന്റെ മീറ്റിംഗ് നടന്നു, നമ്മളെല്ലാവരും പോയി. ആദ്യമായിട്ട് ഞാൻ അവളെ കാണുന്ന അവിടെ വെച്ചിട്ടാണ്. കണ്ടു. അപ്പോൾ ഈ കഥ രൂപപ്പെട്ടു വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറാൻ ഫിലിം മേക്കർ മജീദ് സാറിന്റെ ഫിലിംസ് എല്ലാം ചിൽഡ്രൻ ഓഫ് ഹെവൻ മുതൽ എല്ലാ സിനിമയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഒരു ഇറാൻ സിനിമകളോടുള്ള ഒരു പ്രണയമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു ഷെയ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അങ്ങനെ ഒരു അതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഇതിൽ വെച്ചത്. അതിന്റെ ഒരു ഫീല് കിട്ടാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇവളുടെ കണ്ണും ഫേസും ഒക്കെ സ്വാഭാവികമായിട്ട് കണ്ടവരെല്ലാവരും, അതായത് ഇപ്പൊ കോമ്പറ്റീഷൻ അയച്ച് നമ്മൾ 2-3 പ്രൈസ് കിട്ടി. അപ്പൊ ഒക്കെ റിവ്യൂ വരുന്നതിന്റെ ബേസ് വരുന്നത് ആ ആർട്ടിസ്റ്റിന്റെ ഫേസിലുള്ള ഫീലും ആ ക്യാരക്ടറിന്റെ ഇതുമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്ലേവർ ഒരു പക്ഷെ ആ കുട്ടിയുടെ അന്ധയായ കുട്ടിയുടെ കണ്ണ് തന്നെയാണ് പ്രത്യേകത. കണ്ണൊരു വലിയ ഭാഗമാണ് സിനിമയുടെ. അപ്പൊ എല്ലാം കൂടി കണക്ട് ചെയ്ത് വന്നപ്പോ ഞാൻ എല്ലാ പോയിന്റും വെച്ച് കൂട്ടി നോക്കുമ്പോൾ അഞ്ജു എന്നുള്ള പേരാണ് അവസാനം കൂട്ടി കിട്ടുന്നത്. കണ്ണ് തന്നെയാണ് പെട്ടെന്ന് കണ്ണ് തന്നെയാണ് സ്ട്രൈക്ക് ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ആ റോളിന് പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, പർദ്ദ ഇട്ട് കഴിയാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവുന്ന ഏരിയയും കണ്ണാണ്. അപ്പൊ എല്ലാം കൂടി മൊത്തം വെച്ച് നോക്കുമ്പോ ആളെ സെലക്ട് ചെയ്തു. അത് അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് വളരെ പ്രത്യേകതയായിട്ട് തോന്നിയത് ആർട്ടിസ്റ്റുകൾക്ക് ആർക്കാണെങ്കിലും ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കരയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലൊരു തോന്നലൊരു എന്നെ കരഞ്ഞാൽ കാണാൻ കൊള്ളാവോ, കരയണോ ഇങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് തോന്നി വളരെ ഓപ്പൺ ആയിട്ട്
കരയുന്നതായിട്ട് എനിക്ക് തോന്നി. അത്ര മുഖത്തിന്റെ സൗന്ദര്യം ഒന്നും ശ്രദ്ധിക്കാതെ കരയുന്ന പോലെ തോന്നി. അങ്ങനെ എന്തെങ്കിലും കോൺഷ്യസ് ആയിരുന്നോ അത് കരയുന്ന സമയത്താണോ? എന്നെ കരയിപ്പിക്കാൻ ഇവരെല്ലാരും കൂടെ ഒരുമിച്ചിട്ട് എന്നെ കരയിപ്പിക്കുമായിരുന്നു. എന്തെങ്കിലും വഴക്ക് പറഞ്ഞവര്? ഇല്ലില്ല, എല്ലാരും കൂടെ എന്റെ കണ്ണിൽ ഉള്ളിയൊക്കെ തേച്ച് തന്നു. ആ ഉള്ളിയുടെ ഒരു വിഷമം കൊണ്ട് ഞാൻ തീറി പരീക്ഷണത്തില് മമ്മൂട്ടി സാർ അല്ല, അന്ന് സത്യത്തിൽ ആ ഒരു ക്യാരക്ടർ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് കുറെ കഷ്ടപ്പെട്ടു. ആ ഒരു സീനാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടന്റെ ജീവിതത്തിൽ ഏറ്റവും ചെയ്ത ഒരു നല്ല ഇതെന്ന് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആലോചിച്ചത് ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാരും വന്ന സ്ഥിതിക്ക് ഞാനായിട്ട് അങ്ങനെ ചെയ്യണം ശരിയല്ലല്ലോ എന്ന് ഓർത്ത് മനസ്സിലാവായിച്ചാന്ന് തോന്നുന്നു. അങ്ങനെ ആ നിമിഷത്തിൽ വന്നു ആ ഒരു കണ്ണുനീരായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നൊരു, ഞാൻ എന്റെ മനസ്സുകൊണ്ട് അറിഞ്ഞ് ചെയ്തൊരു സങ്കടപ്പെട്ട് തന്നെ ചെയ്ത ഒരു ഇതാണ്. അല്ല, അതെനിക്ക് തോന്നി അത് അത്ര അഭിനയമായിട്ട് ഇപ്പൊ നമ്മൾ എത്ര അഭിനയിക്കാൻ ശ്രമിച്ചാലും നമുക്കത് ഉള്ളിൽ തട്ടിയില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കുറെ മസിൽസ് വർക്ക് ചെയ്യുന്നല്ലാതെ അതിനകത്തൊരു ഭാവം എന്തായാലും തീർച്ചയായിട്ടും വരില്ല. ഒരു അറിയാവുന്ന എല്ലാവരും ആയിരുന്നത് കൊണ്ട് ഓപ്പൺ ആയിട്ട് കരയാൻ പറ്റി. ഞാൻ കരഞ്ഞാലും ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ അറിയാവുന്ന പ്രേക്ഷകരെ കുറിച്ച് ചിന്തിച്ചില്ല, ഇവരല്ലേ കാണുന്നുള്ളൂ. ഞാൻ എന്റെ ഇതിലും ചെയ്യുമ്പോഴും ഇത്ര പേരെ കാണുന്നുള്ളൂ, ആ ഒരു ചിന്ത പോകുന്നുള്ളൂ. എന്തായാലും കരഞ്ഞു. അപ്പൊ പിന്നെ മൊത്തം കൂടെ അങ്ങ് കരഞ്ഞേക്കാം എന്നുള്ള രീതിയിലാണ് കരഞ്ഞത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? ഔട്ട് ഞങ്ങൾ ആദ്യം കാണിച്ചപ്പോ എന്റെ കൂട്ടത്തില് ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവള് ശരിക്കും ഇത് കണ്ടിട്ട് കരഞ്ഞു. അപ്പൊ ആ കുട്ടി കരഞ്ഞപ്പോഴത്തേക്കും വിഷ്ണുചേട്ടൻ മനസ്സിലായി ഒരു പ്രേക്ഷകന് ഇത് എത്രത്തോളം, കാരണം ഇത് 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റിൽ നമ്മൾ പറയുന്നത് ഒരു അച്ഛന്റെയും മകളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്നൊരു ചിത്രമാണ്. അപ്പൊ അത് എത്രത്തോളം ഒരു പ്രേക്ഷകനിൽ ഇത് എത്തിച്ചു എന്നത് ഈ ഒരു സീൻ കൊണ്ട് മനസ്സിലാക്കാം. ഇപ്പൊ ജിൻസി പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ആ ഒരു നമ്മൾ എടുക്കുമ്പോൾ ഡബ് ചെയ്യുമ്പോഴാണ് ശരിക്കും അത് വർക്കൗട്ട് ആവുന്നത്. ആ ഒരു കരയുമ്പോൾ ഉള്ള ഒരു ബ്രീത്തിങ്ങും ജിൻസി നന്നായിട്ട് ചെയ്തു കേട്ടോ. എന്റെ ഒരു കഥാപാത്രത്തെ ഫുൾ ആക്കിയെടുത്തത് ജിൻസിയാണ് പറയാൻ. അതെ, തീർച്ചയായിട്ടും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ പകുതി അഭിനയം ബാക്കി ഡബിങ് ഉള്ളതാണ്. ഇത്ര ബ്രില്യന്റ് ആണെങ്കിലും ഡബിങ്ങിനും അതിനകത്ത് വളരെ വലിയൊരു പങ്ക് തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ സന്തോഷം ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിന്റെ ലാഭം എനിക്ക് കിട്ടി. 12-13 രൂപയോളം എനിക്ക് തിരിച്ചു കിട്ടി. കോമ്പറ്റീഷൻ അയച്ചു. ഒരു 3ഓളം പ്രൈസ് നമ്മൾ കോമ്പറ്റീഷൻ ആയിട്ടായിട്ട് അന്ന് ഫെസ്റ്റിവൽസിൽ അയച്ചു കിട്ടി. എന്റെ ആദ്യത്തെ പുരസ്കാരം നമ്മൾ BMC കോളേജിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായിട്ട് നമുക്ക് അറിയില്ല, ഇതൊരു കോമ്പറ്റീഷൻ അയച്ചിട്ടില്ല. അപ്പൊ അന്ന് അയച്ചു നോക്കി. ആദ്യമായിട്ടൊരു ബെസ്റ്റ് മൂവിക്കുള്ള അവാർഡ്, അതുപോലെ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡും ജീവിതത്തിൽ തേടി വരുന്നത് ഈ ചിത്രം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോ അത് ആദ്യം സിദ്ദിഖ് സാറിന്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അതിനൊരു അംഗീകാരം കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മളോടും ഒക്കെ ഒരു മതിപ്പ് തോന്നുന്നു. ഫെസ്റ്റിവലും അത്ര ഭംഗിയായിരുന്നു. കാരണം അവർ കഴിഞ്ഞതിന് ശേഷം ആ പ്രൈസ് കൊടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് കൊടുത്തു എന്ന് അടയാളപ്പെടുത്തി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ സിനിമയുടെ പ്രത്യേകതകൾ, അതിൽ ജൂറീസ് മാനദണ്ഡമായി വെച്ചിരുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു സന്തോഷം, കോൺഫിഡൻസും തോന്നി. അപ്പൊ ഇതിന്റെ ബേസിലാണ് അപ്പൊ നമ്മൾ ചെയ്തത് ഏകദേശം ശരിയാണല്ലേ ഈശ്വരൻ തോന്നിയ ഒരു പോയിന്റ് അതായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമായി തീരട്ടെ നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ ഷോയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളൊരു മൊമെന്റോ നൽകുകയാണ്, അത് സ്വീകരിക്കാം. കാഴ്ചയ്ക്കപ്പുറം എന്ന ഈ ഷോർട്ട് ഫിലിം നമ്മുടെ മനസ്സിന് ഒരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു ഹ്രസ്വ ചിത്രം തന്നെയായിരുന്നു. എന്തായാലും വളരെ സന്തോഷം ഇവിടെ എത്തി ഞങ്ങളുടെ ഷോയിൽ പങ്കെടുത്തതിന്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഷോർട്ട് കിഡ്സിലൂടെ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്ത കാഴ്ചയ്ക്കപ്പുറം എന്ന ഷോർട്ട് ഫിലിം നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ നൊമ്പരമുണർത്തി. എന്തായാലും വളരെ നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം വളരെ പെട്ടെന്നായിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതൊക്കെ ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഷോർട്ട് ഫിലിം ഞങ്ങളുടെ ഒരു ഷോയിൽ പ്രീമിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ, ഷോർട്ട് കട്ട്സ്, ജനം TV, പറയത്ത് ബിൽഡിംഗ്, ഓൾഡ് ബാങ്ക് റോഡ്, ആലുവ 683101. Our email ID shortcuts@janamtv.com. ഷോർട്ട് കട്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും കാണും ഷോർട്ട് കട്ട്സിന്റെ അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ്. ബൈ. Malabar Gold and Diamonds. Shortcut brought to you by Royal Weddings for every Indian bride. Malabar Gold and Diamonds. Checking. It's my choice. Powered by Kalyan Silks അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ